ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലീനോ സ്റ്റോക്സ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത് ഒരു ഈവനിങ് വ്ളോഗാണ്. അപ്പം ഞാൻ കുറച്ച് കാഴ്ചകളൊക്കെ കാണിക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്കൊരു സാധനം കഴിക്കുകയും ചെയ്യാം. അപ്പം നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അമ്മയോട് ചോദിക്കാം എന്താണ് വൈകിട്ടത്തേക്ക് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നതെന്ന്. അമ്മയാണെങ്കിൽ തേങ്ങയൊക്കെ ആയിട്ട് പോകുന്ന കണ്ടായിരുന്നു. അമ്മേ 4 മണിക്കൊക്കെ എന്തോ ഉണ്ടാക്കുന്നേ? മടക്കസാൻ അല്ലെങ്കിൽ പാൻ കേക്ക് ആണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. വേറെ എന്തൊക്കെയോ പേരുണ്ടെന്നാണ് അമ്മ പറയുന്നത്. അപ്പൊ നമുക്കത് ഉണ്ടാക്കാൻ വേണ്ടി പോകാം. അപ്പോൾ നമ്മളൊരു പാത്രം എടുത്തിട്ട് അതിനകത്തോട്ട് നമ്മൾ മൈദാ മാവ് ആഡ് ചെയ്യാം. മൈദാ മാവോ ഗോതമ്പ് മാവോ ആഡ് ചെയ്യാം. ഞങ്ങളിവിടെ എടുത്തിരിക്കുന്നത് ഗോതമ്പ് മാവാണ്. എന്നിട്ട് അത്യാവശ്യത്തിന് നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിനകത്തോട്ട് നമ്മൾ വെള്ളം ആഡ് ചെയ്യാണ്, മിക്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പം നല്ല പോലെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. നമുക്കിതൊരു ദോശമാവിൻ്റെ അതിനെക്കാട്ടിലും ലൂസായിട്ട് വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് നല്ല രീതിയിൽ ഒന്ന് വെള്ളം ആഡ് ചെയ്തൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം നിങ്ങൾക്ക് ആ ഒരു തവി വെച്ചിട്ട് ഇളക്കിയിട്ട് ശരിയാകുന്നില്ലെങ്കിൽ കൈ വെച്ചിട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കട്ടയൊന്ന് പോകാൻ വേണ്ടിയിട്ട് മിക്സിക്കകത്ത് ജസ്റ്റ് ഇട്ടൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ കട്ടയും കാര്യങ്ങളൊക്കെ പോയി കിട്ടും. കാരണം ഗോതമ്പ് മാവല്ലേ, അപ്പം കട്ട കാണുമല്ലോ. അപ്പം നമ്മൾ ആ കട്ടയും കാര്യങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ മിക്സിക്കകത്തിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാണ്ട് ഈ ഒരു പരുവത്തിന് വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മളാണെങ്കിൽ ആ കട്ടയൊന്ന് മാറാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് മിക്സിക്കകത്തിട്ടിട്ട്. എന്നിട്ട് ഈ ഒരു ലൂസായ പരുവത്തിന് വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ തേങ്ങാപ്പീരയും ഫില്ലിങ്സ് നോക്കാം. തേങ്ങാപ്പീരയും അതുപോലെ തന്നെ നമ്മൾ പഞ്ചസാരയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതല്ലാതെ നിങ്ങൾക്ക് തേങ്ങാപ്പീരയും പഞ്ചസാരയും അവൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ പഴമോ അല്ലെങ്കിൽ ഏത്തക്കയൊക്കെ നമുക്ക് പഴുത്ത ഏത്തക്കയൊക്കെ ഇങ്ങനെ കുനുകുന അരിഞ്ഞിട്ട് അതൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ സ്റ്റൗ കത്തിച്ചതിന് ശേഷം നല്ല രീതിയിൽ പാൻ ചൂടാക്കിയെടുക്കുക. അത്യാവശ്യം ഒന്ന് ചൂടായാൽ മതി. കാരണം ഒത്തിരി ചൂടായി കഴിഞ്ഞാൽ നമ്മളിത് ഒഴിക്കുമ്പോഴത്തേക്കും ആ ഒരു ഷേപ്പ് നമുക്ക് കിട്ടത്തില്ല, റൗണ്ട് ഷേപ്പ്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ചൂടായ ശേഷം നമ്മൾ ദോശയൊക്കെ എങ്ങനെയാണ് നമ്മൾ ചുടുന്നത് അതുപോലെ ജസ്റ്റ് പാനിനകത്തോട്ട് എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മളിതുപോലെ ഒന്ന് റൗണ്ടിലൊന്ന് ആക്കി എടുക്കുന്നുണ്ട്, ഒന്ന് ഒഴിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഫില്ലിങ്സ് ഒക്കെ ആഡ് ചെയ്ത് നമ്മൾ ഇതുപോലെ മടക്കി ഒന്ന് എടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ മടക്കസാന് ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കുന്നത്. പല നാടുകളിലും ഇത് പല പേരിലാണ് അറിയപ്പെടുന്നത്. ഇവിടെ ഇതിന് മടക്കസാൻ ഏലാഞ്ചി എന്നൊക്കെയാണ് പറയുന്നത്.
അപ്പം ഞാനിനി അത് കഴിക്കുന്ന വീഡിയോ ആട്ടോ. അപ്പോൾ എനിക്ക് ഈ ഒരു സംഭവം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് ഈ മധുരത്തിനോട് ഭയങ്കര താല്പര്യമില്ലെങ്കിലും ഈ ഒരു സാധനം പണ്ട് മുതലേ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് അമ്മയൊക്കെ എപ്പോഴും സ്കൂളിൽ വൈകുന്നേരങ്ങളൊക്കെ വരുന്ന സമയത്ത് എപ്പോഴും ഉണ്ടാക്കി തരുന്നുണ്ട്. ഞാനും ചേച്ചിയൊക്കെ ഒരുപാട് ഇത് കഴിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാക്കാറില്ല. ഇപ്പം ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നതിൻ്റെ ബേസിൽ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കിയതാണ്. അപ്പം നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം നെക്സ്റ്റ് വീഡിയോ ആവുന്ന വരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.